കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രഭാതം കൂടെ ദാനമായി നൽകിയ ദൈവത്തിൻ്റെ മുൻപാകെ നമുക്ക് സമർപ്പിക്കാം. ഞാൻ എൻ്റെ ഉള്ള ഉയർത്തി എൻ്റെ ദൈവത്തോട് നിലവിളിക്കുന്നു. നിലവിളിക്കുവാൻ തയ്യാറായ ഭർത്യമായി ആ നിലവിളിയുടെ ആഴം കണ്ടിട്ട് കർത്താവ് മാറിപ്പോയില്ല, ഉപേക്ഷിച്ച് പോയില്ല, തള്ളിക്കളഞ്ഞില്ല. അവനെ വിളിക്കുവിൻ എന്നൊരു കൽപ്പന പുറപ്പെടുവിച്ചു. ആവശ്യക്കാരൻ്റെ വിളിക്ക് മറികടക്കാത്ത ഒരു ദൈവത്തെ നാം സേവിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ അനേക വിഷയങ്ങൾ വിളിച്ചപേക്ഷിച്ചെങ്കിൽ മറുപടികൾ ദൈവം തന്നില്ലേ? ഇനി ലഭിക്കേണ്ട മറുപടിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ദൈവമേ, അങ്ങയ്ക്ക് കഴിയും. ദൈവമേ, അങ്ങയുടെ പ്രവൃത്തി തീർന്നു പോയിട്ടില്ല. അങ്ങയുടെ വഴി കൊടുങ്കാറ്റിലും സമുദ്രത്തിലുമുണ്ട് എന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ, ആരും കാണാത്ത, ആർക്കും വെളിപ്പെടുത്തത്തില്ലാത്ത, ഇതുവരെ പോകാത്ത വഴികൾ പുതിയത്. അതുകൊണ്ടാണ് പ്രവചന പുസ്തകത്തിൽ ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു, അതിപ്പോൾ തന്നെ ഉത്ഭവിക്കുന്നു. സ്തോത്രം. പുതിയത് ചിലത് ഇന്ന് പകലിലും തൻ്റെ ജനത്തിനു വേണ്ടി സൃഷ്ടിച്ചു തരാൻ നമ്മൾ നോക്കുമ്പോൾ ഒരു സംഭവം അവിടെ ഇല്ല. പക്ഷേ വിശ്വസിക്കാൻ തയ്യാറാവണം. എൻ്റെ കുടുംബത്തിനു വേണ്ടി, എൻ്റെ വിഷയത്തിനു വേണ്ടി പുതിയത്. എല്ലാവരും പോയിട്ടുള്ളതല്ല. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ സ്പെഷ്യലായിരിക്കും. പലർക്കും വഴികൾ തുറന്നിട്ടുമുണ്ട്. പക്ഷേ ദൈവജനത്തിനു വേണ്ടി തുറക്കുന്ന വാതിൽ ആഴിയിലുള്ള വാതിലാണ്. ആർക്കെങ്കിലും അത് മനസ്സിലായിരുന്നു? ആഴിയിലൊരു പാതയുണ്ടെന്ന്. ആഴിയെ വഴിയാക്കുന്ന ഒരു ദൈവം അങ്ങനെ അവിടെ അത്ഭുതം ചെയ്യുമെന്ന് ജനത്തിനും മനസ്സിലായില്ല, മോശയ്ക്കും മനസ്സിലായില്ല. നമ്മുടെ മൈൻഡിന് ഒതുങ്ങാത്ത ചില വൻ കാര്യങ്ങൾ, കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് ഇന്ന് പ്രഭാതത്തിലും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. വിശ്വസിക്കുന്നവർ അത്ഭുതങ്ങൾ കാണും. ആഴമായി വിശ്വസിക്കണം. യേശു ദൈവത്തിൻ്റെ പുത്രനാണ്. മരിച്ചു, അടക്കപ്പെട്ടു. മൂന്നാം ദിവസം മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. അവിടുത്തെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. അവനവിടെയില്ല, സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി ഇനിയും പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും എന്ന് വിശ്വസിക്കുക. ആ കർത്താവിൻ്റെ വരവിങ്കൽ കാണപ്പെടാൻ നമുക്കൊരൊരുക്കം ആവശ്യമുണ്ട്. യേശു തൻ്റെ മക്കളെ ചേർക്കുവാൻ കടന്നു വരുമ്പോൾ എനിക്കും ആ സ്വർഗരാജ്യത്തിലെത്തണം. സഹോദരങ്ങളെ, എത്തിയില്ലെങ്കിൽ പിന്നീടൊരു ചാൻസ് ഇല്ല കേട്ടോ. നിത്യനരകത്തിലേക്ക് പോയാൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഇത് സുപ്രസാദ കാലമാണ്. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അഴുക്കുള്ളവൻ അഴുക്കാകട്ടെ, നീതിമാൻ നീതി ചെയ്യട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. യേശു പറയുകയാണ്, ഓരോരുത്തന് അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ എൻ്റെ പക്കൽ കൂലിയുണ്ട്, പ്രതിഫലമുണ്ട്. ഇന്ന് പകൽ കർത്താവേ, എന്നെ അതിനു വേണ്ടി ഒന്ന് ഒരുക്കണമേ. നിങ്ങളുടെ വരവെങ്കിൽ കാണപ്പെടുവാൻ എനിക്കൊരു ആത്മീക നിയോഗം തരണമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ആര് തയ്യാറുണ്ട്? ദൈവം നിങ്ങളെ സഹായിക്കുന്ന, ദൈവം നിങ്ങളെ ശക്തീകരിക്കുന്ന, ദൈവത്തിൻ്റെ ബലം നിങ്ങളുടെ മേൽ പകരുന്ന പ്രത്യേക നിമിഷമാണ് എന്നുള്ളതിന് ഈ പകൽ സംശയം ഇല്ലല്ലോ. ഹല്ലേലൂയ. ആര് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ട്? ദൈവം തൻ്റെ പ്രവൃത്തിയും തൻ്റെ വിടുതലുകളും വെളിപ്പെടുത്തി ആദരിക്കുമെന്നുള്ളതിന് സംശയമില്ല. 94-ാം സങ്കീർത്തനം വളരെ സുപരിതമായൊരു വാക്യം, 17-ാം വാക്യം നമുക്കെല്ലാം അറിവുള്ളതാണ്. യഹോവ
എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ മൗനവാസം ചെയ്യുമായിരുന്നു. ഇവിടെ പറയുകയാണ്, എനിക്ക് സഹായമായി ഇരുന്നത് യഹോവയായ ദൈവമാണ്, ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ ദൈവമാണ്. ആ ദൈവം എൻ്റെ സഹായകനാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, യാക്കോബിൻ്റെ ദൈവം സഹായമായി. തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ള ഏവരും ധൈര്യപ്പെട്ടിരിക്കുകയും. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ദൈവം അല്ലെങ്കിൽ യഹോവയായ ദൈവം സഹായമായിരിക്കുന്നു. എവിടൊക്കെ കൂരിൽ വന്നപ്പോൾ, തനിയെ നടക്കാൻ പറ്റാത്തപ്പോൾ, ക്ഷീണിച്ച് തളർന്നപ്പോൾ, ഭയവും ഭാരവും വന്നപ്പോൾ, വഴി കാണാതെ വിഷമിപ്പിച്ചപ്പോൾ, അവിടെ ആർക്കും ഇറങ്ങി വരാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിലൂടെ പോകേണ്ടി വന്നില്ലേ സഹോദരങ്ങളെ? അവിടെ ആരാ ഇറങ്ങി വന്ന് നമ്മളെ ആശ്വസിപ്പിച്ചതാ? യഹോവയായ ദൈവമല്ലേ? അനാദിയായും ശാശ്വതമായ ദൈവമല്ലേ? നന്ദിയോടൊന്ന് സ്തോത്രം ചെയ്തിട്ട് പറ, കർത്താവേ, അങ്ങെനിക്ക് സഹായമായിട്ടുള്ളത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്ത് സ്റ്റെപ്പ് എടുക്കണം, എങ്ങനെ മൂവ് ചെയ്യണമെന്ന് ചിന്തിച്ച ചില വിഷയത്തിന്മേലും ദൈവത്തിൻ്റെ സഹായം ഇറങ്ങി വന്നില്ലേ? അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രൻ നിങ്ങൾ ആശ്രയിക്കരുത്. മനുഷ്യനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവരുടെ സഹായം വ്യർത്ഥമായി തീരും. എൻ്റെ ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. അവിടുന്ന് നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. ഏലിയാവ് ക്ഷീണിച്ചു പോയപ്പോഴും യഹോവയായ ദൈവം ഇറങ്ങി വന്നു, തട്ടി എഴുന്നേൽപ്പിച്ചു. ദാനിയേൽ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ രേഖവിപരീതമായി എഴുതി തന്നെ തകർത്ത് കളയാൻ വേണ്ടി വന്നപ്പോഴും സഹായമായി യഹോവയായ ദൈവം ഇറങ്ങി വന്നു. പ്രൈസ് ടു ജീസസ്, ഹല്ലേലൂയ. മൊർദെഖായിയും എസ്തേറുമൊക്കെ പട്ടണത്തിൽ കൈപ്പോടെ മൊർദെഖായി കരഞ്ഞു. എസ്തേർ ഉപവസിക്കാൻ തയ്യാറായ അരമനയിൽ. നോക്കണേ, ദൈവത്തിൻ്റെ സഹായം അവിടെ ഇറങ്ങി വന്നത്. മാനുഷിക ബലങ്ങൾ സ്ട്രോങ് ആയിരിക്കുമ്പോൾ ഈ പുറത്ത് ദൈവത്തിൻ്റെ സഹായം ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും ശ്രദ്ധമായി എണ്ണണം. ദൈവം എനിക്ക് സഹായമായി ഇരുന്നില്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴേ പ്രാണൻ മൗനവാസം ചെയ്യുമായിരുന്നു. ഇന്ന് പകൽ ധൈര്യത്തോടെ പറയാൻ കഴിയുമോ, എൻ്റെ ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തത് കൊണ്ടാണ്, എൻ്റെ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ്, നന്നായി വാഹനം ഓടിച്ചത് കൊണ്ടല്ല, സേഫായി റോഡിൽ കൂടെ നടന്നത് കൊണ്ടുമല്ല. എൻ്റെ ദൈവത്തിൻ്റെ സംരക്ഷണം. രോഗം വരാഞ്ഞിട്ടാണോ? അതിൻ്റെ നടുവിലും സൗഖ്യമാക്കിയ ദൈവം, വിടുതൽ നൽകിയ ദൈവം, പ്രാണനെ കാത്ത ദൈവം. യഹോവ എൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട്, 124 സങ്കീർത്തനം. അല്ലെങ്കിൽ യഹോവ എനിക്ക് സഹായമായിരുന്നുകൊണ്ട് പൊങ്ങിയിരുന്ന വെള്ളം കവിഞ്ഞില്ല, കെണികൾ പൊട്ടിമാറി. ഹല്ലേലൂയ. ദുഷ്ടൻ്റെ സകല തീയമ്പുകളും തകർക്കപ്പെട്ടു. ഇന്ന് പകൽ നന്ദിയോടെ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? യഹോവ എനിക്ക് സഹായമായിരുന്നത് കൊണ്ട് ഞാൻ ജീവിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ സഹായം യഹോവയാണ്. യഹോവ എനിക്ക് ഏറ്റവും അടുത്ത തുണയായി വന്നിരിക്കുന്നു. അതുകൊണ്ട് പേടിക്കുകയില്ല. ധൈര്യത്തോടെ പറയാൻ കഴിയുമോ? ഞാൻ പേടിക്കുകയില്ല, ഞാൻ പേടിക്കുകയില്ല. സഹോദരങ്ങളെ, നന്ദിയോടെ പറയാൻ തയ്യാറാകണം. യഹോവ എനിക്ക് സഹായമായിരുന്നത് കൊണ്ട് എൻ്റെ പ്രാണൻ മൗനവാസം ചെയ്യാൻ എൻ്റെ ദൈവം ഇടയാക്കിയില്ല. സ്തോത്രം. നീതികേട് പ്രവർത്തിക്കുന്നവർ, അതിന് തൊട്ട് മുമ്പിലത്തെ വാക്യം, ദുഷ്കർമ്മികൾ ഒക്കെ നശിപ്പിക്കേണ്ടതിന് വന്ന സമയത്ത് യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ
എൻ്റെ പ്രാണൻ എന്നേ പോയേര്. സ്തോത്രം. ഇന്ന് പകൽ പറയാൻ എത്ര പേർക്ക് കഴിയും? ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി അത്യുത്തമമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലും ചില വിടുതലുകൾ ദൈവം ചെയ്യാൻ പോകുക. മനുഷ്യകരങ്ങൾ പരാജയപ്പെട്ടയിടത്ത് എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ഇന്ന് ഭയപ്പെടുന്നയിടത്ത് എങ്ങനെ മറുപടി പറയുമെന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങൾ, നാളുകളായി തകർക്കപ്പെട്ട ചില സബ്ജക്റ്റുകളെ കണ്ടിട്ട് പറയുന്നു, ദൈവത്തിൻ്റെ സഹായം, ദൈവത്തിൻ്റെ കരം ഇന്ന് പകലിറങ്ങി വരിക. വിശ്വസിക്കാൻ ആര് തയ്യാറുണ്ട്? സ്തോത്രം ചെയ്യാമോ? യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വെളിപ്പെടുന്നു. വിശ്വസിക്കുന്നവരാൽ ഇത് സംഭവിക്കാൻ പോകുന്നു. നാളുകളായി മാറ്റിവെച്ച ചില സബ്ജക്റ്റുകൾ കണ്ട് നിരാശപ്പെടുന്ന ചിലരോട് പറയുന്നു, ദൈവം ആ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കാൻ പോകുക. പല വിഷയം പരാജയപ്പെട്ട് എഴുതി, പക്ഷേ പരാജയപ്പെട്ട ചിലരോട് പറയുന്നു, ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുക. വീണ്ടും മൂവ് ചെയ്യുക. കർത്താവ് നിങ്ങളെ ശക്തീകരിക്കും. നിങ്ങളുടെ തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ സഹായം വരും. അവർ തനിയെ എവിടെ ആയിരിക്കുന്നു എന്നോർത്ത് ഭാരപ്പെടുന്നതിലോട് പറയുന്നു, ദൈവം അവർക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. അവിടുത്തെ കരം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കിന്ന് ജീവനോടെ ഇരിക്കാൻ കഴിയത്തില്ല. ഇന്ന് പ്രഭാതത്തിലും പിതാവേ, ചില വിടുതലുകൾ സംഭവിക്കുന്നതിനായി സ്തോത്രം. നാളുകൾ അടയപ്പെട്ടത്, ശൂന്യമാക്കപ്പെട്ടത്, ഒരു കല്ലെടുത്ത് വെച്ചതുപോലെ ഒന്നും കാണത്തില്ലെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ചില കല്ലുകളെ അങ്ങ് എടുത്ത് ഉരുട്ടി മാറ്റിയിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കയറിച്ചെല്ലാൻ പറ്റാത്ത ചില വിഷയത്തിന്മേൽ പരിശുദ്ധാത്മാവ് സഹായത്തിനിറങ്ങി വന്നിരിക്കാൻ സ്തോത്രം. രോഗികൾ ഇന്ന് പകൽ സൗഖ്യമാകട്ടെ. നിരാശകൾ പ്രത്യാശയെ മാറട്ടെ. വിലാപങ്ങൾ നൃത്തമായി മാറട്ടെ. അവിടുത്തെ പ്രവൃത്തിക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ദൈവം എനിക്ക് സഹായമായി വന്നു. അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു, ഞാൻ നടക്കുന്നു, ഞാൻ മൂവ് ചെയ്യുന്നു. ആ കർത്താവിൻ്റെ സഹായത്താൽ ഇന്ന് പകലിലും ഞങ്ങൾ ചില വിഷയത്തിന്മേൽ കടന്നു ചെന്ന് ജയം പ്രാപിക്കുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.